ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറെയൊക്കെ വെള്ളം വെച്ചാട്ടൊന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. ഇന്നലെ വെയിലുണ്ടായിരുന്നു, അപ്പോൾ തുണികളൊക്കെ ഉണങ്ങി കിട്ടി. ഇന്ന് തിരുമ്പിയിട്ടുമില്ല, വെയിലുമില്ല, ഒരു കഥ. അപ്പോൾ നമ്മുടെ ഇറവെള്ളം ചാടുന്നതൊക്കെ നമ്മളൊട്ടും പാഴാക്കലില്ല കേട്ടോ. 2 ബക്കറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് പൈപ്പിൽ വെള്ളം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ വന്നെങ്കിൽ വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറേ പാത്രങ്ങളൊക്കെ മോറി. ഞാനിനി കുറച്ചുകൂടെ പാത്രമുണ്ട്, ചോറ് വന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. എന്താ മോനെ? റോക്കി ബൈ അറിയോ? എന്ത് റോക്കി ബൈ? റോക്കി ബൈ എവിടുന്ന്? ചിന്മ. എന്നിട്ട് ഇത് എവിടെയുള്ളത്? ഫോണില്ല. അപ്പം ഇന്ന് വ്യാഴാഴ്ച ആയിട്ട് മോനൂസിന് കരാട്ടെ ക്ലാസ് ഉണ്ട് കേട്ടോ. കരാട്ടെ ക്ലാസ്സിന് എന്താ, കരാട്ടയ്ക്ക് ഇന്നെന്താ പ്രത്യേകിച്ച് പറയാ? ഇന്ന് കരാട്ടയ്ക്ക് എന്താ പറയാ? ടെസ്റ്റ് ഉണ്ടോ? ഏത് ബെൽറ്റിന്റെ? ഏത് ബെൽറ്റ്? ഓറഞ്ച് ബെൽറ്റിന്റെ ടെസ്റ്റ് ഉണ്ട് ഇന്ന് മോനൂസിന്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഒന്ന് പിന്നെ ടെസ്റ്റ് ഉള്ളതിനെ കൊണ്ട് ഇന്ന് 3:30 ആകുമ്പോഴത്തേക്കിന് സാറ് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് 3:30 ആകുമ്പോഴത്തേക്കും പോകണം. അതിനുള്ള പ്രാക്ടീസ് ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ബെൽറ്റ് കിട്ടുമോ മോനിട്ടാ? ഉറപ്പാ? അപ്പോൾ മോനൂസ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കരാട്ടേൻ്റെ സ്റ്റെപ്പ് ചെയ്താൽ 2 സ്റ്റെപ്പ് ചെയ്യും കേട്ടോ. കഴിഞ്ഞോ? അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ മഴയൊക്കെ അന്ന് അമർന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരുമ്പിയതൊക്കെ കൊണ്ടുപോയി തോരിട്ടു. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡിന് ഇന്ന് മത്തൻ കറിയാണ്. പിന്നെന്താ, ചമ്മന്തി അരച്ചു കേട്ടോ. ചെമ്മീനും എന്താ പറയുക, ഉണക്ക ചെമ്മീനും തക്കാളിയും ഒക്കെ കൂടി ഇട്ടിട്ട് മുളകൊക്കെ വറുത്ത് അങ്ങനെ ഒരു ചമ്മന്തി അരച്ച്, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊരു ചമ്മന്തി അരച്ചു. പിന്നെ എന്താ, ഇന്നലത്തെ അല്ല, സോറി, ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കടലക്കറി ഇച്ചിരി ബാക്കിയുണ്ട്. അപ്പോൾ അത് വൈകുന്നേരത്തിന് ഇനി പുട്ടുണ്ട്. അപ്പോൾ ആ പുട്ടയ്ക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. പിന്നെ അത് മത്തൻ കറി, പിന്നെ ക്യാബേജ് ഉപ്പേരി ഇതാ ആക്കിയാണ്. അപ്പം മോനൂസ് കുട്ടികളൊക്കെ ചോറുണ്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഇന്നലെ കാറ്റിനൊരു വാഴ കൊഴിഞ്ഞാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ പോയി നോക്കട്ടെ. നമ്മുടെ വാഴേൻ്റെ കൂമ്പില്ലേ, അതുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇതാണ് വാഴ. അയ്യോ, വാഴക്കൂമ്പ് താട്ട കിടക്കണു. ഒന്നിനും പറ്റൂല. ചെറുതായിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് തേങ്ങയും പച്ചമുളകൊക്കെ സാധിച്ചിട്ടേ ഉപ്പേരി വയ്ക്കാം. പിന്നെതാ കണ്ടോ, ചെറിയ കായാണ്, മൂത്തിട്ടുമില്ല, ഒന്നുമില്ല, ചളമ്പ് കായാണ്. കാറ്റിന് കൊഴിഞ്ഞാടിയതാണ് വാഴ. അപ്പോൾ ഞാൻ താത്താൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളതല്ലല്ലോ, അവരുടെ വാഴയല്ലേ. അപ്പോൾ ആ കാണുന്നതാ, അതാണ് അവരുടെ വീട്. അപ്പോൾ താത്ത പറഞ്ഞു, ഇടി അത് കിടന്നിട്ട് മൂക്കട്ടെ പറഞ്ഞു. അങ്ങനെ മൂക്കായിരിക്കില്ല, എനിക്കറിയില്ല. നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയുള്ള അറിവൊന്നുമില്ല. ഗൈസ്, ഞാനൊരു വമ്പൻ കൂമ്പുമായി പോകുകയാണ്. അപ്പം നാളത്തെ പിന്നെന്താ പറയുക, നമ്മുടെ ഫുഡിന് ഇത് ഉൾപ്പെടുത്തു കേട്ടോ, വാഴക്കൂമ്പ് ഉപ്പേരി. അപ്പോൾ ഞാൻ നാളെ ഇനി വീഡിയോസ് എടുക്കുമ്പോൾ ഇത് കാണിക്കാം കേട്ടോ.
ഇതിലിടയ്ക്ക് ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വാഴക്കൊമ്പിൻ്റെ ഉപ്പേരി. ഓക്കേ.